വിശദമായ വാർത്തകളിലേക്ക്. പാർലമെന്റിലെ ആദ്യ പ്രസംഗത്തിൽ തന്നെ അബദ്ധങ്ങൾ പിണഞ്ഞ വയനാട് MP പ്രിയങ്ക. ഹിമാചൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം എന്നറിയാതെയായിരുന്നു വിമർശനം. ഹിമാചൽ പ്രദേശ് സർക്കാർ നിയമങ്ങൾ നിർമ്മിക്കുന്നത് വൻകിടക്കാർക്കും ഉദ്യോഗസ്ഥ പ്രമുഖർക്കും വേണ്ടിയാണ്. സാധാരണക്കാരായ കർഷകരെ ഹിമാചൽ സർക്കാർ അംഗീകരിക്കുന്നില്ല. തുടർച്ചയായി ഇത്തരം നിയമനിർമ്മാണങ്ങൾ ഉണ്ടായി എന്നുമാണ് പ്രിയങ്ക പാർലമെന്റിൽ പറഞ്ഞത്. സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനം എന്നറിയാതെയാണ് പ്രിയങ്കയുടെ വിമർശനം ഉണ്ടാകുന്നത്. വിമർശനത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രിയങ്കയ്ക്കെതിരെ ട്രോളുകളും നിറയുകയാണ്. हिमाचल में देखिए, जितने भी कानून बने हैं वो सब बड़े बड़े उद्योगपतियों के लिए बन रहे हैं। हिमाचल में जो सेब उगता था उसके जो छोटे छोटे किसान हैं वह रो रहे हैं, क्योंकि एक व्यक्ति के लिए सब कुछ बदला जा रहा है। കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, തീർച്ചയായും ആദ്യ പ്രസംഗത്തിൽ തന്നെ അബദ്ധങ്ങൾ പിണഞ്ഞ ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് പ്രിയങ്ക എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിലെത്തി ആദ്യ പ്രസംഗം നടത്തുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു വിഡ്ഢിത്തം പിണഞ്ഞത് ഏറെ ഗൗരവത്തോടെ തന്നെയാണ് നിരീക്ഷകരെല്ലാവരും നോക്കിക്കാണുന്നത്. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഹിമാചൽ പ്രദേശിലെ ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള അവരുടെ പരാമർശങ്ങളാണ്. അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത് അവിടെയുള്ള നിയമനിർമ്മാണങ്ങൾ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങൾ മുഴുവൻ വലിയ വ്യവസായ പ്രമുഖർക്കും അതുപോലെ തന്നെ വലിയ ബ്യൂറോക്രാറ്റുകൾക്കും വേണ്ടി മാത്രമാണ്. അവിടെ സാധാരണക്കാരായ ജനങ്ങളെ കാണുന്നില്ല. സാധാരണക്കാരായ മനുഷ്യരെ, നിസ്സാരക്കാരായ ആപ്പിൾ കർഷകരെ ഒന്നും തന്നെ പരിഗണിക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, ഹിമാചൽ പ്രദേശ് ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. അതുപോലും തിരിച്ചറിയാതെ പാർലമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം നടത്തുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. അത്തരത്തിലുള്ള വിമർശനം അത് സ്വന്തം പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതെന്ന് പോലും തിരിച്ചറിയാത്തൊരു വ്യക്തി വലിയ ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലേക്ക് ജയിച്ചു വരുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു സ്പിരിറ്റിനെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലായിരുന്നു ഈ നിലപാടുകളെല്ലാം തന്നെ അവർ വ്യക്തമാക്കിയത്. ഇത് തന്നെയായാലും പാർലമെന്റിൽ ആദ്യ പ്രസംഗത്തിലെത്തി അബദ്ധങ്ങൾ പിണഞ്ഞതിന്റെ ആ ഒരു വലിയ ജാള്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ട്രോളുകൾ വല്ലാതെ പടരുകയാണ് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ അതൊരു വലിയ ആക്ഷേപമായും ഒരു സെറ്ററിസ്റ്റിക് ശൈലിയായും പടരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട മറ്റൊരു വസ്തുത. ശരി, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.